നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിൽ വോട്ടെണ്ണൽ ദിവസമായിരുന്നു. തീർച്ചയായിട്ടും ചെറുതും വലുതുമായിട്ടുള്ള നിരവധി മാധ്യമങ്ങൾ ഇത് തന്നെയായിരുന്നു വാർത്ത കൊടുത്തിരുന്നത്. ഇതിനകം തന്നെ നിരവധി ആളുകൾ വിശകലനം ചെയ്യുന്നതുമൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഓരോരുത്തരോടും അവരുടെ യുക്തിക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ന്യായവാദങ്ങൾക്കൊപ്പിച്ച തരത്തിലായിരിക്കാം അവർ വിശകലനം നടത്തിയിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാൻ പക്ഷേ ഇതിലൊക്കെ ശ്രദ്ധിച്ച പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, അത് കേരള രാഷ്ട്രീയത്തിൽ ഇത് സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു, മുൻപൊന്നുമില്ലാത്ത വിധം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിണറായി സർക്കാരിനെ ജനങ്ങൾ തൂത്തെറിഞ്ഞതാണോ ഞാൻ പറയാൻ പോകുന്നത്. അല്ല, അത് ഒട്ടുമിക്കവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. കോൺഗ്രസിൻ്റെ തരംഗമുള്ളത് കൊണ്ടൊന്നുമല്ല ഇവിടെ കോൺഗ്രസ് ജയിച്ചു കയറിയത്. മറിച്ച് എല്ലാവരും പറയാറുള്ളത് പോലെ കേരളത്തിന് പൊതുവേ ഒരു ഇടത് മനസ്സാണ് എന്ന് പറയാറുണ്ട്. ഇടത് എന്ന് പറയുമ്പോൾ CPM ഓ CPI ഓ മാത്രമല്ല ഇടത്. അങ്ങനെ ഇടത് മനസ്സുള്ളവർ പിണറായി വിജയൻ ഇനി ഭരിക്കണ്ട എന്ന് പറഞ്ഞ് അവർ കൂടി ചേർന്ന ഒരു ജനക്കൂട്ടം കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് പിണറായി സർക്കാരിന് പുറത്തു പോവേണ്ടി വന്നത്. പയ്യന്നൂരൊക്കെ അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് ഇപ്പോൾ കഴിഞ്ഞതല്ല, അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 62% വോട്ട് നേടി CPM ജയിച്ച ഒരു മണ്ഡലത്തിൽ CPMനോട് കലഹിച്ച് പുറത്തുപോയി സ്വതന്ത്രനായി കോൺഗ്രസിൻ്റെ കൂടി പിന്തുണയോടെ ജയിച്ച കുഞ്ഞികൃഷ്ണൻ എന്നൊരു വ്യക്തി 7000 വോട്ടിന് മുകളിൽ ജയിക്കുന്നു എങ്കിൽ ഓർക്കുക, 62% വോട്ട് നേടി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു സ്ഥലത്ത് ആ ഭൂരിപക്ഷത്തിനെയും മറികടന്നുകൊണ്ട് വീണ്ടും 7000 ഭൂരിപക്ഷം വോട്ടിൽ ജയിക്കുന്നു എങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ഇടത് മനസ്സുള്ളവർ വോട്ട് ചെയ്യാതെ സാധ്യമാണോ? അല്ലാതെ അത് കോൺഗ്രസിൻ്റെ വോട്ടല്ലല്ലോ, പാർട്ടിയുടെ വോട്ട് തന്നെയാണ്. അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ തീരുമാനിച്ചത് ഇനി പിണറായി വിജയനും പാർട്ടിയും ഭരിക്കേണ്ട, മറ്റാരെങ്കിലും ഭരിക്കട്ടെ. അങ്ങനെ നോക്കിയപ്പോൾ പിന്നീട് ഭരണത്തിലേറാൻ സാധ്യതയുള്ളത് കോൺഗ്രസ്സിന് മാത്രമാണ്. അതുകൊണ്ട് അവർ കോൺഗ്രസിനെ ജയിപ്പിച്ചു. ശക്തമായ മത്സരം കാഴ്ചവെച്ച BJP സ്ഥാനാർത്ഥികൾ മത്സരിച്ചെടുത്ത് അവരും ജയിച്ചു. രാഷ്ട്രീയമായിട്ട് അവർക്കും വലിയ നേട്ടമാണ്. ഇതിനൊപ്പം ഞാനിതിനെ കണ്ടത് മറ്റൊരു തരത്തിലാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഒത്തിരി ട്രോളിയിട്ടുള്ളതാണ്. ഇവർ ഒരിക്കലും തോൽവി അംഗീകരിക്കില്ല. ഇടതുപക്ഷക്കാർ എവിടെ തോറ്റാലും അവർ പറയുന്നത് തോറ്റത് ഞങ്ങളല്ല, ജനങ്ങളാണ് എന്ന് പറയും. നിങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചോളൂ, പക്ഷേ തോൽക്കുന്നത് ഞങ്ങളല്ല, നിങ്ങളാണ് എന്ന് പറഞ്ഞ് എല്ലാ തവണയും ജനങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കുന്നവർ ഇത്തവണ വിചിത്രമെന്ന് തോന്നട്ടെ, അതിദയനീയമായ രീതിയിൽ തോറ്റ് 3-ാം സ്ഥാനത്തായ ചില സ്ഥാനാർത്ഥികൾ പോലും, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികൾ പോലും റിസൾട്ട് വന്ന് മണിക്കൂറുകൾക്കകം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഞാൻ ഓരോരുത്തരെയും എടുത്തു പറയുന്നില്ല. അവർ പക്ഷേ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നന്ദി പറയുന്നു, ജനാധിപത്യത്തെ പ്രകീർത്തിക്കുന്നു. ഞങ്ങൾ കൂടുതൽ വിനയത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഇനി പ്രവർത്തിക്കാം, ഇവിടെ തന്നെ കാണും, ഈ മണ്ഡലം വിട്ടു പോവില്ല എന്ന തരത്തിൽ ജനങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. ഇതൊരു പുതുമയുള്ള കാഴ്ചയാണ് കേരളത്തിന്. പക്ഷേ ഇതിനും നിങ്ങൾ നന്ദി പറയേണ്ടത് നരേന്ദ്രമോദിയോട് തന്നെയാണ്. ആ മനുഷ്യനാണ് ഇങ്ങനൊരു നല്ല സംസ്കാരം തുടങ്ങി വെച്ചത്. തീർച്ചയായിട്ടും 2014 അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നു. അതിനു മുമ്പ് അദ്ദേഹം തോൽവി അറിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി ആയതിനു ശേഷവും തോൽവി അറിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി പല സംസ്ഥാനങ്ങളിലും ഭരണത്തിൽ നിന്ന് പുറത്തു പോവേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എതിരാളികളായിട്ടുള്ളവർ അവിടെ ജയിക്കുന്നുണ്ട്. കെജ്രിവാൾ ജയിച്ചിട്ടുണ്ട്, കോൺഗ്രസ് തന്നെ ജയിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ DMKയും CPM ഒക്കെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ആ മനുഷ്യൻ അവരെ അഭിനന്ദിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്, നന്ദി പറയാറുണ്ട്. മറിച്ച് ഞങ്ങളെ തോൽപ്പിച്ച ജനങ്ങൾക്കാണ് തെറ്റുപറ്റി എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. എല്ലാ തവണയും തോൽവിയെ കൂടി അതേ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുന്നു. ജനങ്ങൾ ഞങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ മാറി നിൽക്കുന്നു, കൂടുതൽ മികച്ച രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ച് അടുത്ത തവണ നിങ്ങൾ ഞങ്ങളെ ജയിപ്പിക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും എന്ന വാഗ്ദാനമാണ് അദ്ദേഹം എപ്പോഴും കൊടുക്കാറുള്ളത്. ഒരിക്കലും തങ്ങളെ വോട്ട് ചെയ്ത് തോൽപ്പിച്ച ജനങ്ങളെ പഴിക്കുന്ന ഒരു വാചകം പോലും അദ്ദേഹം ഒരിടത്തും പ്രയോഗിച്ചിട്ടില്ല. എപ്പോഴും എതിരാളികളോട് രാഷ്ട്രീയ മര്യാദ മാത്രമേ അദ്ദേഹം കാണിച്ചിട്ടുള്ളൂ. പിണറായി വിജയൻ്റെ പിറന്നാൾ ഒരുപക്ഷെ പിണറായി വിജയൻ പോലും ഓർക്കുക ഉണ്ടാവില്ല. കാരണം പിറന്നാളൊന്നും ആഘോഷിക്കുന്നവരല്ല അവർ. ഈ അടുത്ത കാലത്താണ് അതിനൊക്കെ മാറ്റം കണ്ടിട്ടുള്ളത്. പക്ഷേ കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസം അദ്ദേഹത്തിന് ആശംസ നരേന്ദ്രമോദി നൽകാറുണ്ട്. അതേപോലെ തന്നെ കെജ്രിവാളിനാണെങ്കിലും രാഹുൽ ഗാന്ധിക്കാണെങ്കിലും പ്രിയങ്ക ഗാന്ധിക്കാണെങ്കിലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാറുണ്ട്. രാഷ്ട്രീയ എതിരാളികൾ മരിച്ചാൽ പോലും ഒരുപക്ഷെ ആദ്യം അനുശോചനം പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെതായിരിക്കും. അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും പ്രസ്താവനകളിലും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല സംസ്കാരം തുടങ്ങി വെച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി ഭാവിയിൽ നരേന്ദ്രമോദി അടയാളപ്പെടുത്തും. അതിപ്പോൾ കുറച്ച് വൈകിയാണെങ്കിലും ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷവും തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിലേക്ക് ഇറങ്ങി വരാൻ പിണറായി വിജയനെ പോലെ അല്ലെങ്കിൽ സ്വരാജിനെ പോലെയുള്ളവർ കുറച്ചുകൂടി കാലതാമസം എടുത്തേക്കും. ബാക്കി ഇടതുപക്ഷക്കാരായിട്ടുള്ളവർ ആ തോൽവി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോഴും ചിലരെ നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാവും. പക്ഷേ അത് അവർ അംഗീകരിച്ചോളും. കുറച്ചാണെങ്കിലും നല്ലൊരു ലക്ഷണമാണ്, നല്ലൊരു രാഷ്ട്രീയ മര്യാദയാണ് ആ കാണിക്കുന്നത്. കോൺഗ്രസ് കൂടി ഇനി ആ ഒരു തലത്തിലേക്ക് ഇറങ്ങി വരണം. കാരണം പതിവ് വിവരക്കേടുമായിട്ട് കഴിഞ്ഞ ദിവസം അമൂൽ ബേബി പപ്പു വന്നിട്ടുണ്ട്. കേരളത്തിലെ EVM കൊള്ളാം, പക്ഷേ ബംഗാളിലെയും ആസാമിലെയും EVM കൊള്ളില്ല എന്ന തരത്തിൽ പ്രസ്താവന നടത്തുന്ന അയാളെ
കോൺഗ്രസ്സുകാർ തന്നെ മനസ്സിലെങ്കിലും ചീത്ത വിളിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ചിലർ ജന്മന തന്നെ അങ്ങനെയായിരിക്കും. അവരെ മാറ്റാൻ ദൈവം തമ്പുരാന് പോലും പറ്റില്ല. നമുക്ക് ചെയ്യാവുന്ന ഏക കാര്യം അവരെ അവരുടെ പാട്ടിന് വിടുക എന്നത് മാത്രമാണ്.